ഹൈ ബ്രോ, പുതിയ വണ്ടി കൊള്ളാം കേട്ടോ. ഓ താങ്ക്സ് ബ്രോ. നല്ല സ്റ്റെബിലിറ്റി ഒക്കെ അല്ലേ? എന്തായാലും സെറ്റായിട്ടുണ്ട്. അതെ ബ്രോ, നല്ല സ്റ്റെബിലിറ്റിയാണ്. അപ്പോൾ വീൽ ബേസ് കൂടുതലാണ് വണ്ടിക്ക്. ഇനി ബ്രോ മറ്റേ അലോയി സ്പോയിലറൊക്കെ കയറ്റി അതാകുമ്പോൾ കാണാൻ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. ഇതൊക്കെ മതി, സ്റ്റോക്കിൽ തന്നെ നല്ല വണ്ടിയല്ലേ ബ്രോ. എൻ്റെ വണ്ടി കണ്ടോ, ഞാനതിൽ സ്പോയിലർ, അലോയി, സ്കേർട്ട്, ഇനി അതിൽ അഡീഷണൽ ആയിട്ട് കയറ്റാനൊന്നും ബാക്കിയില്ല. എങ്ങനെയുണ്ട് എൻ്റെ വണ്ടിയെ പറ്റി? എന്താണ് ബ്രോയിൻ്റെ അഭിപ്രായം? ബ്രോ ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ നല്ല രസമുണ്ട് ബ്രോ. നല്ല റോഡ് പ്രസൻസ് ഒക്കെ ഉണ്ട്. നല്ലതൊക്കെയായി, എനിക്കിഷ്ടമായി. നല്ല മോഡിഫിക്കേഷൻസ് ഒക്കെ കുഴപ്പമൊന്നുമില്ല ബ്രോ. ഞാൻ എന്താണെന്നറിയോ, നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഫിസിക്സൊക്കെ കുറച്ചറിയാം ബ്രോ. ഈ വെഹിക്കിൾസൊക്കെ മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഈ എൻജിനീയേഴ്സ് സെഡാൻ, ഹാച്ച് ബാക്ക്, അതുപോലെ മെട്രോ ട്രെയിൻ, സൂപ്പർ കാർസ്, അങ്ങനത്തെ ഉള്ള വെഹിക്കിൾസൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ ബാക്കിയുള്ള ചേസസ് അതുപോലെയുള്ള ഡിസൈൻസിൻ്റെ കൂടെ തന്നെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൂടുതലായിട്ടാണ് നമ്മുടെ എയറോഡൈനാമിക്സിന് നല്ല പ്രയോറിറ്റി കൊടുത്തിട്ടാണ് ഇവർ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഈ സാധനം ടോട്ടലി ഇത് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത് അതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ടാണ്. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള എൻജിനീയർമാരൊക്കെ ഉണ്ടല്ലോ, അവർ ഈ എയറോഡൈനാമിക്സൊക്കെ നല്ല പീക്ക് ലെവലിലായിരിക്കും ഇത് ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. മീൻസ് അത് അതിൻ്റെ ഡിസൈനിൽ അത് കറക്റ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇപ്പോൾ മൈന്യൂട്ടായിട്ട് എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തിയാലും അത് ഈ എൻജിനീയറിങ്ങിൽ അതിൽ ഡിഫറൻസ് വരും. അതുമാത്രമല്ല മൈലേജ് ഡ്രോപ്പ് വരും, പെർഫോമൻസ്, പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് നമ്മളത് കോംപ്രമൈസ്ഡ് ആവേണ്ടി വരും. ജസ്റ്റ് ലുക്സ് മാത്രം ഇമ്പ്രൂവ് ആവും എന്നല്ലാതെ അതുകൊണ്ട് ഈ ഫിസിക്കലി അതുകൊണ്ട് ഒരു യൂസസും അങ്ങനെ അധികം കൂടാൻ ചാൻസ് കുറവാണ്. ഓക്കെ ബ്രോ. പിന്നെ ECU ഒക്കെ ട്യൂൺ ചെയ്താൽ എന്തായാലും എൻജിൻ റിലയബിലിറ്റി ഒക്കെ വെച്ച് നോക്കുമ്പോൾ ECU ഒക്കെ ട്യൂൺ ചെയ്താലും മതി ബ്രോ, വണ്ടി ഓടിക്കും.